ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അമ്മ തന്ന ചക്ക വരട്ടിയതാണ് അമ്മക്ക്. അപ്പോൾ ഇത് പഴഞ്ചക്ക വരട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല വെള്ളമൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുത്തതാണ്. എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് വെക്കാൻ പറ്റും. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് നീ അങ്ങോട്ട് എടുത്തോ, മക്കൾക്ക് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ചക്കയപ്പാക്കി കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നയച്ചതാണ്. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ കുറച്ച് ആട്ടപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആട്ടപ്പൊടി കൊണ്ട് ചക്കയപ്പം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ചക്കയപ്പം മാത്രമല്ല, ഇലയുടെയും എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കണ്ട കേട്ടോ. ഈ ആട്ടപ്പൊടി ഇതിലേക്ക് തട്ടിയതിന് ശേഷം നമുക്ക് ഈ വരട്ടിയ ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. വേറെ ഉപ്പോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ചക്ക വരട്ടുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ, വെള്ളത്തിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഒറ്റക്കന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാട്ടോ. ഒറ്റക്കന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ടൊന്നും കവർ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അച്ചൂട്ടന് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ പീടികയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചാൽ കരയുന്ന സമയത്താട്ടോ ഞാൻ ചക്കയപ്പം ഉണ്ടാക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ആട്ടപ്പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് അത്യാവശ്യം നല്ലോണം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ചക്കയപ്പത്തിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ തേങ്ങാക്കൊത്ത് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പരത്തി എടുത്തിട്ട് നമുക്ക് ആവിപാത്രത്തിൽ വെക്കാം. അപ്പോൾ ആവിപാത്രത്തിൽ വെച്ച് നന്നായി ആവി കയറ്റിയതിന് ശേഷം നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ അവനെയും കൂട്ടി കടയിലൊക്കെ പോയിട്ട് വന്നു. വരുമ്പോഴേക്കും നന്നായിട്ട് ആവി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രജി ചക്ക വരട്ടിയത് തന്നയക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഉറപ്പായിട്ട് വീഡിയോ എടുത്തിട്ടാണ്. അപ്പോൾ ഒറ്റക്കായതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിഞ്ഞിട്ട്, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ എടുത്തിട്ടുണ്ട് ഞാൻ. നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ചോട്ടിന് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അച്ചോട്ടിന് നല്ല ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ചെറിയൊരു ചൂടുണ്ടായിരുന്നു. അവൻ്റെ വായി പൊള്ളിയെന്ന് തോന്നുന്നു. അങ്ങനെ പൊള്ളിയിട്ടൊന്നുമില്ല, ചെറിയ ചൂടില്ല. അവൻ ചൂടെന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചിട്ടില്ല. ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് അവൻ്റെ വായിലാക്കി കൊടുത്തു. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.